ശ്രദ്ധിച്ചേക്കണ. ഞാൻ എന്നും നോക്കുമ്പോൾ എൻ്റെ എവിടെയും കൂർത്തി നിന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഒരാളോട് ചോദിക്കുമ്പോൾ ആൾ വന്നാൽ വിജിയുടെ അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറയാറുണ്ട്. എനിക്ക് കാണിച്ചാൽ നിൽക്കണം. അപ്പം എനിക്ക് വിശ്വാസമായി. അങ്ങനെ ഉണ്ട് കേട്ടോ. അതായത് പെണ്ണുങ്ങൾക്ക് മൂടാവും ഭയങ്കരമായിട്ട് സെക്സിൽ ഭയങ്കര വികാരവും നമുക്ക് നല്ല കാമം നോക്കുന്ന സമയത്ത് ഒരു പുരുഷൻ്റെ കൂടെ കിടക്കുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ച് നല്ല റൊമാൻസ് ആക്കി നമുക്ക് നല്ല വികാരം നമുക്ക് തലയ്ക്കാൻ ഭാഗത്തൊരു കാമം മൂത്ത് നിൽക്കുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ നോക്കിയാൽ മതി. നമ്മുടെ മുലക്കാണ് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അതിങ്ങനെ നിൽക്കും, തുറച്ച് നിൽക്കും. സോ ഇച്ചിരി വെള്ളം കുഞ്ഞിട്ട് ഇത്ര ആവും. പ്രശസ്ത ബുസ് മാസ്റ്റർ ക്ലാസ് എടുക്കുന്നു. ഏവർക്കും സ്വാഗതം. അല്ല, ഞാൻ സത്യമായിട്ടും ബോസ്മാൻ പറഞ്ഞാൽ കറക്റ്റാണ്. എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു. കാരണം എനിക്ക് ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ടാട്ടോ. നമ്മൾ സ്പാ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ലേഡീസിൻ്റെ. അപ്പം ഞാൻ എപ്പോഴും നോക്കും. എൻ്റെ ഒന്നും അങ്ങനെയില്ല. അപ്പം ഞാൻ ഇവിടെ വരുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ആളോട് ഞാൻ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, വിജിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ, നീ ശ്രദ്ധിക്കാൻ തോന്നുന്നു, എനിക്കൊന്ന് കാണണം. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് മൂടാക്കി നോക്കാനാ. ശരിയാട്ടോ, നല്ല പോലെ കൂർത്തിരിക്കും നമ്മുടെ പോറി. നല്ല നമ്മുടെ മുലക്കുരു മുലഞ്ഞിട്ട് ഇങ്ങനെ ചൂത്തിങ്ങ് നിൽക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. സത്യമുള്ള കാര്യമാണ്. മേബിളിന് ഇന്ന് 2 പെയിന്റ് ചേച്ചി കൊടുത്തു. ബട്ടർ ശ്രദ്ധിക്കണേ. നമ്മൾ അറിയാതെ നമ്മൾ വീഡിയോ നോക്കിയിട്ട് നമ്മൾ ഒരു ലേഡി, നമ്മളൊരു വീഡിയോ സെക്സുവലമായിട്ടൊരു വീഡിയോ ചെയ്തതാണ്. വീഡിയോ കണ്ടാലും നമുക്കാവില്ല. നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമ്മൾ സ്വയഭോഗം ചെയ്യുമല്ലോ എല്ലാ ലേഡീസും. നമ്മൾ സ്വയഭോഗം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മുലമൊന്ന് നോക്കിയാൽ മതി. അപ്പം അറിയാൻ പറ്റും. ഞാൻ ഇതൊക്കെ അങ്ങനെ നോക്കിയിട്ടില്ല, എനിക്കറിയില്ല കേട്ടോ, പറഞ്ഞേ ഉള്ളൂ. നോട്ട് ദ പുഷ. അങ്ങനെയൊക്കെ ഉണ്ടടാ. ശ്രദ്ധിച്ചാൽ മതി. ആർത്തവ സമയത്ത് സുഖം ലഭിക്കും. മെൻസസ് ആവുന്നതിന് മുൻപ് അതായത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു 24-ാം തീയതി 25-ാം തീയതി ആണ് ഒരു ലേഡിക്ക് മെൻസസ് ഡേറ്റ് എങ്കിൽ ഏത് ലേഡിക്കും ഒരു 23-24 മെൻസസ് ആകുമ്പോൾ ഏത് ലേഡിക്കും ഒരു 18, 19, 20, 21 ആക്കുമ്പോൾ ഏത് പെണ്ണുങ്ങൾക്കും ഭയങ്കര വികാരമുണ്ട്. ഓക്കെ, അവർക്ക് വേണം, അവരുടെ അടുത്ത് അവരിഷ്ടപ്പെടുന്ന ആൾ വേണം, അവർക്കിന്ന് കളിക്കണം, അവർക്കിന്ന് സെക്സ് ചെയ്യണമെന്ന് ഏത് പെണ്ണുങ്ങളും ആഗ്രഹിക്കും. ആ സമയത്ത് നല്ല എന്താ പറയുക, പെണ്ണുങ്ങൾക്ക് ഭയങ്കര വികാരമായിരിക്കും, സെക്സിനോട് ഭയങ്കര ആക്രാന്തമായിരിക്കും. ഓക്കെ, എനിക്ക് കണ്ട ആൾക്കാരെ കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാർ നമ്മളുടെ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കേണ്ടത് അത് ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്കും, ഒട്ടുമിക്ക എല്ലാ ലേഡീസിനും ഉള്ളതാണ്. മെൻസസ് ആവുന്നതിന് 4 ദിവസത്തിന് മുന്നേ. പിന്നെ അതൊന്നും. രണ്ടാമത്, നമ്മൾ മെൻസസ് കഴിഞ്ഞ് 24 മെൻസസ് എങ്കിൽ ഒരു 28, 29 ഒക്കെ ആകുമ്പോൾ കഴിയുമ്പോഴും ഏത് ലേഡിക്കും, കല്യാണം കഴിഞ്ഞ സ്ത്രീ ആയിക്കോട്ടെ, കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളായിക്കോട്ടെ, അവർക്കും ഒന്നിനും സെക്സ് വീഡിയോ കാണുന്നൊരു മോഹം ഉണ്ടാവും, സ്വയഭോഗം ചെയ്യണമെന്നൊരു ബുദ്ധി ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഇഷ്ടപ്പെടുന്ന പുരുഷനെ വിളിച്ചു വരുത്തി സെക്സ് ബന്ധപ്പെടണമെന്നും എല്ലാ ലേഡീസിനും ആഗ്രഹം ഉണ്ടാവും കേട്ടോ. വികാരം വരും. ഓക്കെ, മുന്നുണ്ടാവും, കഴിഞ്ഞാലും ഉണ്ടാവും. കഴിഞ്ഞ് 15 എല്ലാ ലേഡീസിനും ഉള്ളതാണ്. അവർക്ക് ദേഷ്യവും പ്രഷറും സങ്കടം ഒക്കെ വരും. അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് ആണിനെ കിട്ടിയില്ലെങ്കിൽ. എനിക്ക് ഉണ്ടാവലുണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രഷറാണ്, ദേഷ്യമുണ്ട്. എനിക്ക് ആയിരിച്ചത് കിട്ടണം, എനിക്ക് അങ്ങനത്തെ വാശിയുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് പ്രഷർ കയറും. ഞാൻ എഴുതി വെക്കട്ടെ, സ്ലോവിൽ പറയും. അല്ല, എല്ലാ ലേഡീസും അങ്ങനെയാണ്. റിയലി. എൻ്റെ മോനെ സത്യം, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ഒന്ന് വിചാരിച്ചു നോക്ക്. അവർക്ക് സെക്സിനോട് ഭയങ്കര മൂടായിരിക്കൂടോ. നിങ്ങൾ പ്രവാസിയായിരിക്കും, നിങ്ങളൊന്ന് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ വീഡിയോ കൂടെയാണ്. അവൾക്ക് മെൻസസ് ആവുന്ന ടൈമിലും മെൻസസ് കഴിഞ്ഞ ടൈമിലും ഏതൊരു ഭർത്താവിനോട് ഒരു പെണ്ണ് ഇങ്ങനെ വീഡിയോ കോൾ ഇങ്ങനെ മുല കാണിച്ച് ഭാര്യമാര് കാണിച്ച്, അത് അവർക്കുടെ വികാരമാണ് കാണിക്കണത്. അവരെ ഹാപ്പിനെസ് ആക്കി കൊടുക്കേണ്ടത് നമ്മുടെ ആണുങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഗേൾഫ്രണ്ടിന്റെ ആഗ്രഹം തീർത്തു കൊടുക്കേണ്ടത്, അവരുടെ ഭാര്യമാരുടെ ആഗ്രഹം തീർത്തു കൊടുക്കേണ്ടത് നമ്മുടെ ആണുങ്ങളുടെ കടമയാണ്.
ഓക്കെ. ഓക്കെ, ആ സമയത്ത് അവർക്ക് ദേഷ്യം വരും. നിങ്ങളത് സ്നേഹത്തോടെ മാറ്റി കൊടുക്കണം. നിങ്ങളതിന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ചോദിക്കുന്നത് മെൻസ് അറിയാലോ, ഭാര്യയ്ക്ക് മെൻസസ് ആണെങ്കിൽ അല്ലെങ്കിൽ അറിയാലോ, ആ ടൈമിൽ അവരെ സ്നേഹിക്കുക, അവരോട് സംസാരിക്കുക, അവരോട് തലോടുക, അത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. മനസ്സിലായോ? അവരോട് ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല മെൻസസ് ആയ സമയത്ത്. ഓക്കെ, അത് കാമുകിയായാലും ഭാര്യയാണെങ്കിലും. പെണ്ണുങ്ങളെല്ലാം നിന്നെ പോലെ എന്ന് വിചാരിക്കരുത്. പെണ്ണുങ്ങൾക്കെല്ലാം, ഞാനൊരു പെണ്ണായതുകൊണ്ടും ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കല്യാണം കഴിക്കാത്ത ലേഡിക്കും കല്യാണം കഴിച്ച ലേഡിക്കും എല്ലാ ലേഡീസിനും മെൻസസിന് മുന്നിൽ വികാരം ഉള്ളത് അത് കറക്റ്റ് ഉള്ളൊരു പോയിന്റാണ്. ഓക്കെ, ഓക്കെ. പിന്നെ ഇവിടെ എന്നെ പോലെ ഒരു ലേഡി ഓപ്പൺ ആയിട്ട് പറയത്തില്ല എനിക്ക് വികാരം ഇല്ല. ആരെങ്കിലും ഉണ്ട് എന്ന് പറയുമോ? ആരെങ്കിലും ഉണ്ടെന്ന് പറയുമോ? ഒരാളും പറയത്തില്ല ഉണ്ട് എന്ന്. ഇപ്പൊ എന്നെ പോലെ ഞാൻ മാത്രം ഓപ്പണായിട്ട് ഇവിടെ പറയുന്നുള്ളൂ. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. ചില പെണ്ണുങ്ങൾ ഇല്ലെന്നേ പറയുള്ളൂ, ഓപ്പണായിട്ട് അവർ പറയത്തില്ല. ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയും, കാരണം അവർക്ക് മാനക്കേട്. അല്ല മറ്റു അവർക്ക് മാനക്കേട്. അവർക്ക് കമന്റ് ഇടുമ്പോ മാനക്കേട്, അവരെ ആൾക്കാർ കണ്ടാലോ എന്ന് വെച്ചിട്ട്. ഇവിടെ കമന്റ് ബോക്സിന് ഇവിടെ വന്നിട്ട് മെൻഷൻ, അതിന്റെ പേര് അച്ചായത്തി ഇറങ്ങിപ്പോയി എന്റെ ലൈവിൽ നിന്ന്. ഇവിടെ ഞങ്ങളുടെ ആൾക്കാരെ മെൻഷൻ കുത്തുന്നോ? അയ്യോ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം? ഞാൻ ഇവിടെ പലതും പറയും, ഇറങ്ങിപ്പോടോ. നിനക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ വിരലിട്ട് കാല് രണ്ടും കവച്ച് അച്ചായത്തി, UK അച്ചായത്തി എന്ന് പറഞ്ഞാൽ വിരലിട്ട് ചിരക്ക കുതിക്കേറ്റ് നിന്റെ സാമാനത്തിൽ. ഇവിടെ വന്നിട്ട് ആണുങ്ങളോട് മെൻഷൻ ഇറങ്ങിപ്പോടി. UK ഏതൊരു അച്ചായി വന്നേക്കുന്നു ഇവിടെ മെൻഷൻ കുത്താൻ എന്റെ ലൈവില്. നിനക്ക് ഇത്ര കഴിയുണ്ടെങ്കിൽ പോയി ചിരക്ക കുത്തിക്കേറ്റ് സാമാനത്തിനകത്ത് പോ. ഇവിടെ മെൻഷൻ, അതും ബോസ്മാനെ മെൻഷൻ കുത്താൻ വന്നേക്കുന്നു. ഞാൻ ഇവിടെ പലതും പറയും, കേൾക്കാൻ താല്പര്യം മാത്രം ഇവിടെ ഇരുന്നാൽ മതി. നീയൊക്കെ ഇങ്ങനെ കെട്ടിയെടുത്തിട്ട് എന്റെ ലൈവിൽ ഉണക്കാൻ വേണ്ടി വരുന്നേ. നിന്നെ കെട്ടി ഇവിടെ വന്ന് പെട്ടിരിക്കുന്ന എന്റെ ലൈവില്. അത് നിന്റെ കെട്ടിയാണെന്ന് നോക്കാൻ വന്നിരിക്കുന്ന. നിന്റെ കെട്ടിയാണെന്ന് നീ പോയി സൂക്ഷിച്ചോ. വല്ല ഫേക്ക് ഐഡി എടുത്തിവിടെ വന്നിരിപ്പുണ്ടാവും എന്റെ വർത്താനം കേൾക്കാൻ. ആദ്യം പോയിട്ട് നിന്റെ ഭർത്താവിന്റെ ഫോൺ ആദ്യം സർച്ച് പോയി നോക്ക്, ഐഡി ഉണ്ടോ, നിന്റെ ഭർത്താവ് ഫേക്ക് ഐഡി എടുത്ത് എന്റെ ലൈവിൽ വന്നിരിപ്പുണ്ടെന്ന് ആദ്യം പോയി തപ്പ്. കാണിക്കിന് കിട്ടും. ഏതോ ഒരു ലേഡി ഇവിടെ തണുപ്പാണ് അതിന്റെ പ്രോബ്ലം ആകും. നീ ഞാൻ എന്റെ കാര്യം പറഞ്ഞു, ഞാൻ പറയുന്നത് സത്യ. ഞാൻ ഇങ്ങനെ പോപ്പുലർ നമുക്ക് വികാരം ഉണ്ടെങ്കിൽ വികാരം ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയും. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് നല്ല വികാരം കിട്ടും. മെൻസസ് ആവുള്ളൂ, മെൻസസ് കഴിയും, എനിക്ക് പിന്നെ എന്നും വികാര. പിന്നെ അത് മാത്രല്ല, എനിക്കിപ്പോ വേണം, എനിക്കിന്ന് വേണം, എനിക്കിന്ന് സെക്സ് ചെയ്യണം. ഞാനൊരു വാക്ക് പറഞ്ഞു എനിക്കിവിടെ ആൾ വരികയും ചെയ്യും, എന്നെ സൂചിപ്പിക്കുകയും ചെയ്യും. അത് പകൽ സത്യം. ഇപ്പൊ വരാൻ പറ്റിയില്ലെങ്കിലും റിസ്ക് എടുത്തിട്ടായാലും പിറ്റേഴ്സ് ആണെങ്കിലും എൻ്റെ അടുത്ത് വരും. ഓക്കെ, ഓക്കെ. എനിക്ക് ആളില്ലാണ്ട് ഒന്നുമില്ല. ഇപ്പൊ അഥവാ ഒന്നും തീരെ കിട്ടില്ല, ഞാൻ ഏതെങ്കിലും കസ്റ്റമറെ കൊണ്ട് ഞാൻ സ്വിച്ച്. അത്രേ ഉള്ളൂ. ഓക്കെ മാഡം.